പെരിന്തൽമണ്ണ. ലീഗിൻ്റെ നാട്ടിലെ ഇടതുമുന്നണിയുടെ തുരുത്താണ് പെരിന്തൽമണ്ണ. കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന് ജന്മം നൽകിയ ഏലംകുളം മന ഈ മണ്ഡലത്തിലാണ്. കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ആദ്യം ഇവിടെ തുടർച്ചയായി ജയിച്ചു വന്നത്. എന്നാൽ 1980 ലീഗ് ഇടതുമുന്നണിയുടെ കയ്യിൽ നിന്നും ഈ തുരുത്ത് പിടിച്ചെടുത്തു. കഥ ഇതുവരെ. ഒരു കാൽനൂറ്റാണ്ട് കാലത്തോളം നാലകത്ത് സൂപ്പി MLA-യും മന്ത്രിയുമൊക്കെയായ നാലകത്ത് സൂപ്പിയുടെ ഭരണത്തിന് ശേഷം അതിനുശേഷം ഇവിടെ ഹമീദ് മാസ്റ്ററായിരുന്നു. ഹമീദ് മാസ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് കാലമായി പച്ചക്കൊടി പാറിയ ഈ മണ്ഡലം പിടിച്ചെടുക്കുന്നത് V ശശികുമാറായിരുന്നു 2006 തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ V ശശികുമാർ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ V ശശികുമാർ പിടിച്ചെടുത്ത ഈ മണ്ഡലം വീണ്ടും UDF-ലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മഞ്ഞളാംകുഴി അലിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഏതാണ്ട് 10,000-ഓളം വോട്ടുകൾക്കായിരുന്നു മഞ്ഞളാംകുഴി അലി ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. ഏറനാട് വള്ളുവനാട് സംസ്കാരങ്ങളുടെ ഇഴയടുപ്പവും തെക്കൻ കുടിയേറ്റത്തിന്റെ ഇടപെടലുകളും പിണഞ്ഞുകിടക്കുന്ന മണ്ഡലമാണ് പെരിന്തൽമണ്ണ. 1952-60കളിലെ തെരഞ്ഞെടുപ്പിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളായ ഗോവിന്ദൻ നമ്പ്യാരും EP ഗോപാലനും വിജയിച്ചു. 65-ൽ CPM-ന്റെ C കോയ വിജയിച്ചു. 67-ൽ CPM-ന്റെ പാലോളി മുഹമ്മദ് കുട്ടിയാണ് മണ്ഡലം നേടിയത്. പിന്നീടാണ് ലീഗിന്റെ പച്ചക്കൊടി പെരിന്തൽമണ്ണയിൽ ഉയർന്നത്. 1970 മുതൽ 2001 വരെ മറ്റൊരു കൊടിയും പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ പാറിയില്ല. 70-ൽ ലീഗിലെ KKS തങ്ങൾ പ്രമുഖ ഇടതു നേതാവ് EK ഇമ്പിച്ചി ബാവയെ തോൽപ്പിച്ച് മണ്ഡലം ലീഗിന്റെ പേരിൽ എഴുതി. 77-ൽ പാലോളി മുഹമ്മദ് കുട്ടിയെയാണ് KKS തങ്ങൾ അടിയറവ് പറയിച്ചത്. 80 മുതൽ 2001 വരെ മുസ്ലിം ലീഗിന്റെ നാലകത്ത് സൂപ്പിയാണ് മണ്ഡലത്തിൽ ലീഗിന്റെ കുത്തക നിലനിർത്തിയത്. 2006-ൽ മുസ്ലിം ലീഗിന്റെ P അബ്ദുൽ ഹമീദ് മാസ്റ്ററെ പരാജയപ്പെടുത്തി CPM-ന്റെ V ശശികുമാർ ലീഗ് കുത്തക പൊളിച്ച് മണ്ഡലം വീണ്ടെടുത്തു. ലീഗിലെ ഗ്രൂപ്പിസമാണ് ശശികുമാറിന്റെ വിജയത്തെ തുണച്ചത്. 2011-ൽ മണ്ഡല പുനർനിർണയത്തോടെ പെരിന്തൽമണ്ണയ്ക്ക് രൂപമാറ്റം ഉണ്ടായി. ഇടതുപാളയം വിട്ടെത്തിയ മഞ്ഞളാംകുഴി അലിയെ മത്സരത്തിനിറക്കി ലീഗ് മണ്ഡലം തിരിച്ചുപിടിച്ചു. 9,589 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അലി വിജയിച്ചത്. ആലിപ്പറമ്പ്, ഏലംകുളം, മേലാറ്റൂർ, താഴെക്കോട്, വെട്ടത്തൂർ, പുലാമന്തോൾ, പെരിന്തൽമണ്ണ നഗരസഭ എന്നിവ അടങ്ങിയതാണ് പെരിന്തൽമണ്ണ മണ്ഡലം. ഇടതുമുന്നണിയുടെ മണ്ണിൽ ലീഗ് ആധിപത്യം സ്ഥാപിക്കുകയും CPM പൊരുതിയത് തിരിച്ചുപിടിക്കുകയും ലീഗ് വീണ്ടും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്ത പെരിന്തൽമണ്ണയുടെ പോയകാല ചരിത്രമാണ് നാം കണ്ടത്. ഇനി ഇത്തവണത്തെ പോരാട്ടം കളിക്കളം. മന്ത്രി മഞ്ഞളാംകുഴി അലി തന്നെയാണ് പെരിന്തൽമണ്ണയിൽ വീണ്ടും രംഗത്ത്. എതിരാളി പഴയ ആൾ തന്നെ, V ശശികുമാർ. അഡ്വക്കേറ്റ് V സുനിലാണ് BJP സ്ഥാനാർത്ഥി. മലപ്പുറം ജില്ലയിൽ തീപ്പാറുന്ന മത്സരം നടക്കുന്ന നിയമസഭാ മണ്ഡലമാണ് പെരിന്തൽമണ്ണ. നഗരസഭ വികസന മന്ത്രി മഞ്ഞളാംകുഴി അലി ജനവിധി തേടുന്ന മണ്ഡലമാണിത്. അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമായി റെയിൽവേ മേൽപ്പാലം കൊണ്ടുവന്നതടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മഞ്ഞളാംകുഴി അലി രംഗത്തുള്ളത്. മന്ത്രി എന്ന നിലയിലും MLA എന്ന നിലയിലും മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനത്തെ ജനങ്ങൾ തുണയ്ക്കും എന്ന് അലി ഉറച്ചു വിശ്വസിക്കുന്നു. നല്ല പ്രതീക്ഷയോടുകൂടി തന്നെയാണ് വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായും പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് ജനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു കാര്യം ഒഴിവില്ലാതെ എല്ലാം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. റോഡുകളാണെങ്കിലും കുടിവെള്ള പദ്ധതികളാണെങ്കിലും പാലങ്ങളാണെങ്കിലും ഗവൺമെൻറ് ആശുപത്രി മാറ്റി ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തി, അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ ആശുപത്രി കെട്ടിടങ്ങൾ കൊണ്ടുവന്നു, സ്കൂളുകൾക്ക് കുറേ കെട്ടിടങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവരാണ് ആവശ്യപ്പെട്ടത്, ആ കാര്യങ്ങൾ അവർക്ക് തീർത്തു കൊടുത്തത് കൊണ്ട് ഒരു സംശയമില്ലാതെ എല്ലാവരും ഈ പ്രാവശ്യം എൻ്റെ കൂടെ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വമ്പിച്ച ഒരു വിജയമുണ്ടാകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ MLA എന്ന നിലയിൽ മുൻപ് V ശശികുമാർ കൊണ്ടുവന്ന വികസനം പോലും മന്ത്രിയായ അലിക്ക് നടപ്പാക്കാനായില്ലെന്നാണ് ഇടതുപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഇടതുപക്ഷത്തിന്റെ കാലത്ത് കൊണ്ടുവന്ന അലിഗഡ് സർവകലാശാല വികസനം മുന്നോട്ടു പോകാത്തതും ഇടതുപക്ഷം ഉന്നയിക്കുന്നു. പെരിന്തൽമണ്ണയിൽ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വ്യത്യസ്തമായ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അതിൻ്റെ ഒരു ആഴത്തിലുള്ള ഒരു പ്രവർത്തനം ഈ കഴിഞ്ഞ 5 വർഷക്കാലം നടപ്പാകാതെ പോവുകയാണ് ചെയ്തിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിൽ നഷ്ടപ്പെട്ടു പോയ കാർഷിക മേഖലയിലെ വേണ്ടിയിരുന്ന പദ്ധതി, വ്യവസായ മേഖലയിൽ വേണ്ടിയിരുന്ന കാര്യങ്ങൾ, മാലിന്യ സംസ്കരണ രംഗത്ത് വേണ്ടിയിരുന്ന കാര്യങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. വികസനം എന്ന് പറയുന്നത് പെരിഫറലായ ഒരു കാര്യമല്ല, അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇ അഹമ്മദിന് പെരിന്തൽമണ്ണയിൽ നിന്ന് 10,614 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നിന്ന് മൊത്തമായി UDFന് 66,727 വോട്ടും LDFന് 66,395 വോട്ടും ലഭിച്ചു. UDFന്റെ ആകെ ലീഡ് 332 വോട്ട് മാത്രം. അഡ്വക്കേറ്റ് വി സുനിലാണ് BJP സ്ഥാനാർത്ഥി. 5 വർഷം മഞ്ഞളാംകുഴിയിൽ ഭരിച്ചുവെങ്കിൽ അതിനു മുമ്പ് 5 വർഷം LDFൻ്റെ ശശികുമാറായിരുന്നു MLA. വികസന പ്രവർത്തനങ്ങളിലൊന്നും കാര്യമായ പുരോഗതി നേടാൻ മണ്ഡലത്തിൽ കഴിഞ്ഞിട്ടില്ല. മറിച്ച് വളരെ ഉപരിപ്ലവമായ ചില പുരോഗതികൾ ഉണ്ട് എന്ന് പറയുക എന്നതിൽ കവിഞ്ഞ് കാര്യക്ഷമമായ ഒരു പ്രവർത്തന പദ്ധതി ആവിഷ്കരിക്കുന്നതിനോ മണ്ഡലത്തിൻ്റെ പൂർണ്ണമായ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിനോ ഈ 2 MLAമാർക്ക് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. വളരെ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ സ്ഥിതി എല്ലാവർക്കും അറിയാം. ഏക്കർ കണക്കിന് സ്ഥലം, 300 ഏക്കറോളം സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം അതിന് വേണ്ട വികസന പ്രവർത്തികൾക്കാവശ്യമായ നിയമത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുന്നതിന് പോലും ഈ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ ശ്രദ്ധിച്ചില്ല. മറിച്ച് അലിഗഡ് യൂണിവേഴ്സിറ്റിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിക്കുന്നതിനുള്ള ഒരു വോട്ട് നേടുന്നതിനുള്ളൊരു തട്ടിപ്പ് പ്രസ്ഥാനം പോലെയാണ് ഇരു മുന്നണികളും കണ്ടത് എന്നുള്ളതാണ് സത്യം. ഇത്തരം സാഹചര്യത്തിൽ ജനങ്ങൾ ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും ഇന്ന് ഈ വികസന പ്രക്രിയയിലെ ഉപരിപ്ലവമായ വികസനം എന്നതിൽ കവിഞ്ഞ് വികസന പ്രക്രിയയിൽ ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് ഇരു മുന്നണികളുടേതും എന്ന് വ്യക്തമായതുകൊണ്ട് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയൊരു സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഈ തീപാറുന്ന മത്സരത്തിനിടയിൽ നമ്മൾ കാത്തിരിക്കുന്നത് മഞ്ഞളാംകുഴി അലി ഈ മണ്ഡലം നിലനിർത്താനാവുമോ അല്ലെങ്കിൽ വി ശശികുമാറിന് മണ്ഡലം പിടിച്ചെടുക്കാനാവുമോ എന്നുള്ളതാണ്. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ നിന്ന് കൗമുദി TVക്ക് വേണ്ടി PC ഹരീഷ്. പെരിന്തൽമണ്ണയിലും തെരഞ്ഞെടുപ്പ് രംഗത്ത് താപനില ഉയരുകയാണ്. CPMനും ലീഗിനും അഭിമാന പ്രശ്നമാണ് ഇവിടുത്തെ മത്സരം. ആർക്ക് അഭിമാനം കാക്കാനാവുമെന്ന് കണ്ടറിയാം. മലപ്പുറം ജില്ലയിലൂടെയുള്ള പോൾ ഡയറിയുടെ യാത്ര സമാപിക്കുകയാണ്. ഇനി വ്യവസായ തലസ്ഥാനമായ എറണാകുളം, അത് അടുത്ത ദിവസം.